സർക്കാരിന്റെ പുതിയ തീരുമാനത്തിന്റെ പേരിൽ അടച്ചുപൂട്ടിയ ജില്ലയിലെ ഏക ബിവറേജസ് ഔട്ട്ലെറ്റാണ് കിടങ്ങൂരിലേത്. കുറവിലങ്ങാട്, ഏറ്റുമാനൂർ, പൊൻകുന്നം എന്നിവിടങ്ങളിലും ഇതേ റോഡിൽ ഈരാറ്റുപേട്ടയിലും ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിലും പൂട്ട് വീണത് ഇവിടെ മാത്രമാണ്. തന്നെ രണ്ടെണ്ണം ഇരിപ്പുണ്ട്, ഏറ്റുമാനൂർ ഇരിപ്പുണ്ട്, കുറലങ്ങാട് ഇരിപ്പുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ് സംസ്ഥാന ഹൈവേ എന്ന് പറഞ്ഞാൽ അത്ര ജനത്തിരക്കുള്ള ഒരു ഹൈവേ അല്ല ഇത്. അപ്പുറത്ത് തന്നെ ഇതുപോലെ തന്നെ സമാന്തര റോഡ് അപ്പുറത്തൂടെ പോകുന്നുണ്ട്. അടച്ചുപൂട്ടിയ ഔട്ട്ലെറ്റിൽ നിന്നും 100 മീറ്റർ മാത്രം അകലെയുള്ള ഈ ബാർ ഹോട്ടൽ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാക്കും. ബാർക്കോഴ ആരോപണത്തിൽപ്പെട്ട രാഷ്ട്രീയ പ്രമുഖനുമായി അടുത്ത ബന്ധമാണ് ബാറുടമയ്ക്കുള്ളത്. ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടിയതിൽ അവിഹിത ഇടപെടൽ നടന്നതായി കുടിയന്മാരും പറയുന്നു. ഇത് പൂട്ടിപ്പിച്ച് സർക്കാർ ബാറുകാരുടെ പൈസ മേടിച്ചത് 90% ഉറപ്പ് കാര്യമാണ്. ദേശീയപാതയോരത്ത് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടുന്നതിൽ ബിവറേജസ് കോർപ്പറേഷൻ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവും മുമ്പാണ് ധൃതി പിടിച്ചുള്ള അടച്ചുപൂട്ടലെന്നതും ശ്രദ്ധേയമാണ്. ബിവറേജുകൾ ഘട്ടം ഘട്ടമായി അടച്ചുപൂട്ടുന്നതിന് പിന്നിൽ ബാറുടമകളുടെ സമ്മർദ്ദമുണ്ട് എന്നാണ് ആരോപണമുയർന്നത്. ഇത് ശരിവെക്കുന്നതാണ് നിലവിലെ സംഭവവികാസങ്ങളും. കിടങ്ങൂരിൽ നിന്നും ക്യാമറമാൻ ലിബിൻ കെയുമനൊപ്പം MS അനീഷ് കുമാർ, റിപ്പോർട്ടർ.